ഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ്. ഇവിടെ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന 23 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഇതിന് ക്ഷണം കിട്ടിയത് തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നും എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നും ആദ്യമായിട്ടാണ്. കഴിഞ്ഞ 2 വർഷമായി റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കുകയും തുടർന്ന് അവർക്ക് ആ മനുഷ്യാവകാശപരമായ സംരക്ഷണമെല്ലാം ഗവൺമെൻറ് നൽകിയതിന് ശേഷം ആദ്യമായി എന്നെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ പ്രോഗ്രാമിലേക്ക് വിളിച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ദേശീയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മുഴുവൻ പ്രസൻറ്റേഷനും സെമിനാറും ഒക്കെ. ഇത് മിനിസ്ട്രി ഓഫ് ഹോമാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം മുഴുവനും ആ ചർച്ചകൾ പങ്കെടുത്തു. ഇന്നും അത് തുടരുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് തന്നെ ഈ ദേശീയ ദുരന്ത നിവാരണ സമിതി, അത് എങ്ങനെയാണ് ഒരു ദുരന്തമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യുക, എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു സ്റ്റാളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. തികച്ചും നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ 4 സ്റ്റേറ്റ് എഫക്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും അതിനു മുമ്പ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഒരു അവയർനെസ്സിൻ്റെ ഒരു കാര്യമുണ്ട്, പിന്നെ ഒരു പ്രീ പ്ലാനിൻ്റെ കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ഡെസ്കിൽ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ അൽഹംദുലില്ലാ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ എന്നെ അസിസ്റ്റ് ചെയ്യുന്ന, എന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന, എനിക്ക് ക്ഷണം കിട്ടുകയും അതോടൊപ്പം തന്നെ എപ്പോഴും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേരളത്തിൽ നിന്ന് വന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ഒരുപാട് വിദ്യാർത്ഥികളാണ് എൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ പിന്നെ മിസ്റ്റർ സാജു നിങ്ങളോട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പറയും. ഇതിനകത്ത് പങ്കെടുത്തത് എങ്ങനെയാണ്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ സാജുവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വിഗ്യാൻ ഭവനിൽ വെച്ചിട്ടാണ് 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ സേനയുടെ പ്രവർത്തനം ലോകാന്തര തലത്തിൽ അത് എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ വിപുലപ്പെടുത്താമെന്നും അതിൻ്റെ മാർഗങ്ങൾ മറ്റു രാജ്യങ്ങൾ, നമ്മുടെ അയൽരാജ്യമായ സാർക്കിൽ കൂട്ടായ്മയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യവും അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷനും ആയിരുന്നു ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഒരുപാട് സമ്മേളനങ്ങളിലും ഒരുപാട് മീറ്റിങ്ങുകളിലും പങ്കെടുത്ത ഒരാളാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഇത്. തീർച്ചയായിട്ടും നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഈ തരത്തിലുള്ള ഈ ഒരു ദുരന്ത നിവാരണ മേഖലകളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നും അത് ദുരന്തമുണ്ടാകുന്നതിന് ശേഷമല്ല അതിൻ്റെ മുമ്പ് തന്നെ എന്തെല്ലാം സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമെന്നും എന്തെല്ലാം ടെക്നോളജികൾ അതിലുണ്ട് എന്നും ആ ടെക്നോളജികൾ എങ്ങനെയൊക്കെ സമൂഹത്തിൽ ആളുകൾക്കിടയിലൂടെ പ്രചരിപ്പിക്കാൻ പറ്റുമെന്നുള്ള വളരെ വളരെ അർത്ഥവത്തായ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് നമ്മൾക്ക് 2 ദിവസം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അതിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നമുക്ക് ലഭിക്കുമെങ്കിൽ അത് വരും സമൂഹത്തിനുള്ളിൽ വരുന്ന തലമുറക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അതിനെ നൽകാൻ സാധിച്ചു എന്നതാണ് എനിക്ക് ചാരിതാർത്ഥ്യമായി ഈ സെമിനാറിൽ പറയാനുള്ളത്. എന്നോടൊപ്പം പങ്കെടുത്ത ജലീലുണ്ട്. ജലീൽ ജാമ്യയുടെ സ്റ്റുഡൻ്റാണ്. പലപ്പോഴും ജാമ്യയിലെ വിദ്യാർത്ഥികളാണ് നമുക്ക് പ്രധാനപ്പെട്ട എല്ലാവിധത്തിലുള്ള സഹായവും ചെയ്തു തരാറുള്ളത്. ജലീൽ 2 ദിവസമായി ഈ സെമിനാർ പങ്കെടുക്കുകയാണ്. ജലീൽ നിങ്ങളോട് കുറച്ച് സംസാരിക്കും. ആദ്യമായിട്ട് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ഇതിന് സാധിപ്പിച്ചു തന്ന, അവസരമൊരുക്കി തന്ന ഉവൈസ് ഭായിക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത്തരത്തിലുള്ളൊരു കോൺഫറൻസ്, ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോൺഫറൻസിന് പങ്കെടുക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. പലതരത്തിലുള്ള നാഷണൽ ഡിസാസ്റ്ററുകൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാനേജ് ചെയ്യുക, അതിനുള്ള എക്യുപ്മെൻറ്റ്സ്, അതിനുള്ള സ്റ്റോളുകളാണിത്. എന്തെല്ലാം എക്യുപ്മെൻറ്റ്സാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ പല രാജ്യങ്ങൾ, 23 രാജ്യങ്ങളിൽ അവരുടേതായ ടൂൾസും ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുകയും എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് എങ്ങനെ നമുക്ക് നാഷണൽ ഡിസാസ്റ്ററുകളെ നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ള ഇതാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ കേട്ടത് വളരെ കാതലായ നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ കിട്ടിയിരിക്കുമല്ലോ. ഈ രാജ്യാന്തര സെമിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു ഇൻ്റർനാഷണൽ ബേസിലെ ഒരു പ്രവർത്തനത്തിന് ഗവൺമെൻറ് തന്ന അംഗീകാരമാണ്. പലപ്പോഴും ഗവൺമെൻറ് മുൻ പ്രവർത്തനങ്ങളെ സംശയിച്ചിരുന്നപ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്
എക്സ്റ്റേണൽ അഫയേഴ്സും ചേർന്നാണ് ഈ പിന്നെ കോൺഫറൻസിൽ വിളിച്ചത്. മാത്രമല്ല ഇന്നലെ ഈ പിന്നെ സൗത്ത് ഈസ്റ്റ് ഡയറക്ടറുടെ ഡിന്നറിൽ ഞങ്ങൾ പങ്കെടുത്തു. എന്തായിരുന്നാലും ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, രാജ്യത്തിൻ്റെ ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ഓടിയെത്തി പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല ഒരു അറിവ് നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ ജമ്മുവിലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ഒരു അറിവ് കിട്ടിയിരുന്നു. ജമ്മുവിലെ ആ ഫ്ലഡിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ നമുക്ക് കാര്യമായിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞേനെ. ജമ്മുവിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് ഇത്തരം അറിവില്ല, എങ്ങനെയാണ് ഒരു റിസ്ക് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അറിവ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഈ ഒരു ദിവസത്തിൻ്റെ ഏതാണ്ട് വൈകുന്നേരം ഇത് തീരുന്ന ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലൊരു ആത്മവിശ്വാസമാണ്. ഈവൻ നമ്മുടെ രാജ്യത്ത് പിന്നെ ഇനി ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം. 4 ജില്ലകളെ എഫക്റ്റ് ചെയ്യുന്ന ഈ ഇഷ്യൂസാണ്. അപ്പോൾ ഈ ഇഷ്യൂസിന് പല നിയമ തടസ്സങ്ങളും പല സംസ്ഥാനങ്ങളുടെ തടസ്സങ്ങളുണ്ടെങ്കിലും ഈ ഇഷ്യൂസിനെ ജയിക്കാൻ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ നമുക്ക് എങ്ങനെ ഇതിനകത്ത് അറ്റൻഷൻ ക്ഷണിച്ചു വരുത്താൻ കഴിയുമെന്നുള്ളത് ഈ സെമിനാറിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഞങ്ങൾ ഗ്രീൻ ട്രിബ്യൂണലിനെ ഉൾപ്പെടെ അല്ലെങ്കിൽ പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ടീമിനെ ഉൾപ്പെടെ അതിൻ്റെ ഫോഴ്സിനെ ഉൾപ്പെടെ ഞങ്ങൾ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ നാടിൻ്റെ സുരക്ഷ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സുരക്ഷയും മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദൗത്യം കൂടെ അള്ളാഹുവിൻ്റെ നിയോഗത്താൽ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഞാൻ നിർത്തുന്നു. സെമിനാറിലേക്ക്, അടുത്ത സെക്ഷനിലേക്ക്, ഒരു ഫോറൻ സെക്ഷനിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിർത്തുന്നു. ഇനി ഉള്ള വിവരങ്ങൾ മറ്റു കാര്യങ്ങളുമൊക്കെ അടുത്ത ഒരു അവസരത്തിൽ നമുക്ക് പറയാം.